Hello all, welcome to ANEST Academy YouTube channel. Kerala Water Authority ഓപ്പറേറ്ററിന്റെ ഇലക്ട്രിക്കൽ പാർട്ടിലെ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഓട്ടോ ട്രാൻസ്ഫോമർ ആണ്. സോ നമുക്ക് എന്താണ് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് നോക്കാം. സോ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമർ തന്നെയാണ്. ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമറിന്റെ ഒരു ടൈപ്പ് തന്നെയാണ് ഓട്ടോ ട്രാൻസ്ഫോമർ. പക്ഷേ ഈ ഓട്ടോ ട്രാൻസ്ഫോമറും നമ്മുടെ ടു വൈൻഡിങ് ട്രാൻസ്ഫോമറും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഓട്ടോ ട്രാൻസ്ഫോമറിന് ഒരേ ഒരു വൈൻഡിങ്ങേ ഉള്ളൂ. സിംഗിൾ വൈൻഡിങ് അല്ലെങ്കിൽ ഒരു വൈൻഡിങ് ഉള്ള ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമറിനെയാണ് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ഓർഡിനറി ട്രാൻസ്ഫോമറിനകത്ത് രണ്ട് വൈൻഡിങ്സ് ഉണ്ട്. നമുക്കറിയാം, ഒരു പ്രൈമറി വൈൻഡിങ്ങും ഉണ്ട്, ഒരു സെക്കൻഡറി വൈൻഡിങ്ങും ഉണ്ട്. എന്നാൽ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമറിന്റെ ഒരു ടൈപ്പ് തന്നെയാണ്. പക്ഷെ അതിൽ ഒറ്റ വൈൻഡിങ്ങേ ഉള്ളൂ. ആ ഒറ്റ വൈൻഡിങ്, ഒരു സിംഗിൾ വൈൻഡിങ്ങേ ഉള്ളൂ. ആ ഒറ്റ വൈൻഡിങ് തന്നെയാണ് പ്രൈമറിയും സെക്കൻഡറിയുമായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ കാണിച്ചേക്കുന്നത് ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഫിഗർ ആണ്. സോ ഇവിടെ ഒരു വൈൻഡിങ്ങേ ഉള്ളൂ. സോ ഈ ഒരു സിംഗിൾ വൈൻഡിങ്ങേ ഉള്ളൂ. ഈ ഒരു സിംഗിൾ വൈൻഡിങ് തന്നെയാണ് പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും ആക്ട് ചെയ്യുന്നത്. പിന്നെ ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഫീസിബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ടാപ്പിംഗ് പോയിന്റ് ആണ്. സോ നമുക്ക് ഈ ടാപ്പിംഗ് പോയിന്റ് ഇവിടെ കൊടുക്കാം, വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം, ഇവിടെ കൊടുക്കാം. സോ ഈ ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഫീസിബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ടാപ്പിംഗ് പോയിന്റ് ആണ്. സോ ടാപ്പിംഗ് പോയിന്റ് ഇവിടെ വെച്ചേക്കുക എന്ന് വെച്ചാൽ ഇത്രയും സെക്ഷൻ പ്രൈമറിയിലേക്കും ഈ ഒരു പാർട്ട് സെക്കൻഡറിയിലേക്കും പോകും. നേരെ മറിച്ച് നമ്മുടെ ടാപ്പിംഗ് നമ്മൾ ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇത്രയും പാർട്ട് പ്രൈമറിയിലേക്കും ഇവിടുന്ന് ഇത്രയും പാർട്ട് നമ്മുടെ സെക്കൻഡറിയിലേക്കും പോകും. ഇനി നമ്മുടെ ടാപ്പിംഗ് ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇത്രയും പാർട്ട് പ്രൈമറിയിലേക്കും ഇത്രയും പാർട്ട് നമ്മുടെ സെക്കൻഡറിയിലേക്കും പോകും. സോ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമറിന്റെ ഒരു ടൈപ്പ് തന്നെയാണ്. പക്ഷെ അതിന് ഒറ്റ വൈൻഡിങ്ങേ ഉള്ളൂ. ആ ഒരു സിംഗിൾ വൈൻഡിങ് തന്നെയാണ് പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും ആക്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഫീസിബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ ടാപ്പിംഗ് പോയിന്റ് വെച്ചിട്ടാണ്. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞു ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഫീസിബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ ടാപ്പിംഗ് പോയിന്റ് ആണ്. സോ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് K എന്ന പേരിൽ പറയാം. സോ K എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് ബൈ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് ആണ്. സോ ഈ ഒരു കേസിൽ നമ്മൾ ഇത്രയും വൈൻഡിങ്സിനെ പ്രൈമറി ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഇവിടുന്ന് ഇവിടം വരെ ഇത്രയും വൈൻഡിങ്സിനെയാണ് നമ്മൾ സെക്കൻഡറി ആയിട്ട് എടുത്തേക്കുന്നത്. ഇത് N2, ഇത് ടോട്ടൽ ആയിട്ടാണ് നമ്മൾ N1 ആയിട്ട് എടുത്തേക്കുന്നത്. സോ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K എന്ന് പറയുന്നത് N2 by N1 ആണ്. എന്ന് വെച്ചാൽ സെക്കൻഡറി വൈൻഡിങ്ങിന്റെ ടേൺസ് ബൈ പ്രൈമറി വൈൻഡിങ്ങിന്റെ ടേൺ ആണ്. സോ കെയുടെ വാല്യൂ 1 ആവണത്, അതായത് N1ഉം N2ഉം ഈക്വൽ ആവുന്ന കേസിൽ നമ്മുടെ ടാപ്പിംഗ് കൊടുക്കുവാണെങ്കിൽ അവിടെയാണ് മോർ അഡ്വാൻറ്റേജ്. സോ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ നമ്മൾ K = 1 എന്ന രീതിയിലുള്ള ടാപ്പിംഗ് ആണ് പ്രൊവൈഡ് ചെയ്തേങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി അഡ്വാൻറ്റേജസ് കിട്ടും. ഇനി ആ ടാപ്പിങ്ങിന്റെ വാല്യൂ 0 ആവുകയാണെങ്കിൽ, സോ കെയുടെ വാല്യൂ 0 ആവുമ്പോഴത്തേക്ക് അതിന്റെ അഡ്വാൻറ്റേജസ് ലെസ് ആണ്. സോ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? K = 1. സോ ഈ ടാപ്പിംഗ് പോയിന്റിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ Kനെ സെലക്ട് ചെയ്യുന്നത്. സോ നമ്മൾ ടാപ്പിംഗ് പോയിന്റ് ഒരു പോയിന്റിൽ വെച്ചിട്ട് K = 1 എന്ന പോയിന്റിലാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ഒത്തിരി അഡ്വാൻറ്റേജ് കിട്ടും. K = 0 എന്ന് പറയുന്ന പോയിന്റിലാണ് കിട്ടുന്നത്, മീൻസ് നമുക്ക് അവിടുത്തെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ടാപ്പിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് K 0 ആണ് കിട്ടുന്നതെങ്കിൽ ലെസ് അഡ്വാൻറ്റേജസ് ആയിട്ടാണ് അതിനെ ആക്ട് ചെയ്യുന്നത്. ഇനി കെയുടെ വാല്യൂ 33.3%. കെയുടെ വാല്യൂ 33.3% അല്ലെങ്കിൽ 0.33 ആവുന്ന കേസിൽ കെയുടെ വാല്യൂ പെർസെൻറ്റേജിൽ 33.3% അല്ലെങ്കിൽ K = 0.33. ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് നമുക്ക് ഈ ഓട്ടോ ട്രാൻസ്ഫോമർ അഡ്വാൻറ്റേജസ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാം. ഈ കെയുടെ വാല്യൂ 33.3%ന് താഴെ വരുവാണെങ്കിൽ ടാപ്പിങ്ങിന്റെ പെർസെൻറ്റേജ് കുറവാണ്, എന്ന് വെച്ചാൽ ലെസ് അഡ്വാൻറ്റേജസ് ആണ്.
ഇനി കെയുടെ വാല്യൂ 33.3%-നേക്കാളും കൂടുതലാണെങ്കിൽ ആ ഒരു ടാപ്പിംഗ് നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ളൊരു ടാപ്പിംഗ് ആണ്. സോ നമ്മൾ പറഞ്ഞു ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഫീസിബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ ടാപ്പിംഗ് പോയിന്റ് ആണ്. സോ നമുക്ക് ടാപ്പിംഗ് പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കെനെ സെലക്ട് ചെയ്യാം. കെയുടെ വാല്യൂ 1 ആണെങ്കിൽ മോർ അഡ്വാൻറ്റേജസ് ആണ് ആ ഒരു ടാപ്പിംഗ് കൊണ്ട്. കെയുടെ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് ലെസ് അഡ്വാൻറ്റേജസ് ആണ്. കെ ഈസ് ഈക്വൽ ടു 33.3% അല്ലെങ്കിൽ കെ ഈസ് ഈക്വൽ ടു 0.33 ആവുന്ന ആ ഒരു പോയിന്റ്, അതിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. സോ കെയുടെ വാല്യൂ 33.3%-ന് താഴെയാണെങ്കിൽ അവിടുത്തെ പെർസെൻറ്റേജ് ടാപ്പിംഗ് ലോ ആണ്, ലെസ് അഡ്വാൻറ്റേജസുമാണ്. കെയുടെ വാല്യൂ 33.3%-നേക്കാളും കൂടുതലാണെങ്കിൽ അത് ഫീസിബിൾ ആയിട്ടുള്ള ഒരു ടാപ്പിംഗ് പോയിന്റ് ആണ്. പിന്നെ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒറ്റ വൈൻഡിങ്ങേ ഉള്ളൂ എന്ന് പറഞ്ഞു. സോ അതിന് കുറച്ച് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ മതി. സോ ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം ലെസ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ, കാരണം ഒരു വൈൻഡിങ് അല്ലേ ഉള്ളൂ. ഇനി നമുക്കറിയാം നമ്മുടെ വൈൻഡിങ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്? കോപ്പർ വെച്ചിട്ടാണ് വൈൻഡിങ്സ് ഉണ്ടാക്കുന്നത്. ഒരു ഓർഡിനറി ട്രാൻസ്ഫോമർ ആണെങ്കിൽ പ്രൈമറി വൈൻഡിങ്ങും ഉണ്ട്, സെക്കൻഡറി വൈൻഡിങ്ങും ഉണ്ട്. നേരെ മറിച്ച് ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ കേസിൽ പ്രൈമറിയും സെക്കൻഡറിയും ഒരു ഒറ്റ വൈൻഡിങ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ വൈൻഡിങ് ഉണ്ടാക്കിയേക്കുന്നത് കോപ്പർ വെച്ചിട്ടാണ്. സോ ഒറ്റ വൈൻഡിങ്ങേ ഉള്ളത് കൊണ്ട് അവിടെ നമുക്ക് ലെസ് എമൗണ്ട് ഓഫ് കോപ്പർ മതി. ഇനി അടുത്തത് നമുക്ക് ഓട്ടോ ട്രാൻസ്ഫോമറിലെ കോപ്പറിന്റെ അളവ് കുറവ് മതി എന്ന് പറഞ്ഞു. ഇനി എത്ര വേണം എന്ന് വെച്ചാൽ ഓട്ടോ ട്രാൻസ്ഫോമറിൽ കോപ്പറിന്റെ വെയിറ്റ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? വെയിറ്റ് ഓഫ് കോപ്പർ, കോപ്പറിന്റെ വെയിറ്റ് ഓഫ് കോപ്പർ എവിടെ? ഓട്ടോ ട്രാൻസ്ഫോമർ. എങ്ങനെ കണ്ടുപിടിക്കും? 1 - k into weight of copper in two winding transformer അല്ലെങ്കിൽ ഓർഡിനറി ട്രാൻസ്ഫോമർ ചെയ്താൽ മതി. സോ നമുക്കിപ്പം ഓട്ടോ ട്രാൻസ്ഫോമറിൽ കോപ്പറിന്റെ വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 1 - k into weight of copper in two winding ചെയ്താൽ മതി. എന്ന് വെച്ചാൽ നമുക്കിപ്പം നമ്മുടെ ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിന്റെ കോപ്പറിന്റെ വെയിറ്റ് അറിയാം, കെ ആയ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയും അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ കോപ്പറിന്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനുപയോഗിക്കുന്ന ഫോർമുല 1 - k into weight of copper in two winding transformer. സോ weight of copper in auto transformer എങ്ങനെയാ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ 1 - k into weight of copper in two winding transformer. നമ്മൾ പറഞ്ഞു എന്തായാലും കുറച്ച് കോപ്പർ മതി. സോ ഓട്ടോ ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കുന്ന കോപ്പറിന്റെ വെയിറ്റ് കുറവായിരിക്കും. ഇനി എത്ര വേണ്ടി കോപ്പർ നമ്മൾ സേവ് ചെയ്തു? നമ്മൾ പറഞ്ഞല്ലോ കുറച്ച് കോപ്പർ മതി. ഒരു ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ ഉണ്ടാക്കുമ്പോഴും ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ഉണ്ടാക്കുമ്പോഴും ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിനകത്താണ് കൂടുതലായിട്ട് കോപ്പർ വേണ്ടി വരുന്നത്. നമുക്ക് ഓട്ടോ ട്രാൻസ്ഫോമർ ഉണ്ടാക്കാൻ അത്രയും കോപ്പർ വേണ്ട. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോപ്പറിനെ സേവ് ചെയ്യാൻ പറ്റും. സോ എത്ര വേണ്ടി കോപ്പർ നമ്മൾ സേവ് ചെയ്തു? സോ സേവിങ് ഓഫ് കോപ്പർ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? വെയിറ്റ് ഓഫ് ഓർഡിനറി ട്രാൻസ്ഫോമർ മൈനസ് വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ഓർഡിനറി ട്രാൻസ്ഫോമർ മൈനസ് weight of copper in auto transformer. So weight of copper in auto transformer ഒരു ഫോർമുല ഉണ്ട്, 1 - k into weight of copper in two winding transformer. So 1 - k into weight of copper in two winding transformer എന്ന് വെച്ചാൽ ordinary transformer. So WO minus WO plus KWO. അപ്പം എന്ത് കിട്ടും? സേവിങ് ഓഫ് കോപ്പർ നമുക്ക് എന്ത് കിട്ടും? k into weight of copper in ordinary transformer അല്ലെങ്കിൽ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ ചെയ്താൽ മതി. സോ നമ്മൾ പറഞ്ഞു ഒറ്റ വൈൻഡിങ്ങേ ഉള്ളൂ. സോ ഓട്ടോ ട്രാൻസ്ഫോമറിന് കുറച്ച് ഇൻസുലേഷൻ മതി. അതേപോലെ വൈൻഡിങ്സ് കോപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും ഒറ്റ വൈൻഡിങ് ആയതുകൊണ്ട് കോപ്പർ കുറച്ച് മതി. അതുകൊണ്ട് നമുക്ക് ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ കോപ്പറിലെ വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 1 - k into weight of copper in two winding transformer ആണ്. ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ തന്നെയാണ് നമ്മുടെ ഓർഡിനറി ട്രാൻസ്ഫോമർ. ഇനി നമുക്ക് എത്ര വേണ്ടി കോപ്പർ സേവ് ചെയ്തു? നമ്മൾ പറഞ്ഞു നമുക്ക് ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിൽ ഉപയോഗിച്ച കോപ്പറിനെക്കാളും കുറച്ച് കോപ്പർ മതി ഓട്ടോ ട്രാൻസ്ഫോമറിലെ കേസിൽ.
സോ എത്ര കോപ്പർ നമ്മൾ സേവ് ചെയ്തു. സേവിങ് ഓഫ് കോപ്പറിന് എങ്ങനെയാണ് കണ്ടുപിടിക്കണേ? സേവിങ് ഓഫ് കോപ്പർ എന്ന് പറയുന്നത് 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിലുള്ള കോപ്പറിന്റെ വെയിറ്റിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഓട്ടോ ട്രാൻസ്ഫോമർ ഉണ്ടാക്കാൻ ഉപയോഗിച്ച് കോപ്പറിന്റെ വെയിറ്റ് കുറയ്ക്കണം. സോ ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ കോപ്പറിലെ വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1 - k ഇൻറ്റു 2 വൈൻഡിങ്ങിലെ കോപ്പറിന്റെ വെയിറ്റ് ആണ്. സോ ഈ W80ക്ക് പകരം 1 - k ഇൻറ്റു WO സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും? WO മൈനസ് WO പ്ലസ് KWO എന്ന് കിട്ടും. സോ WOയും WOയും ക്യാൻസൽ ചെയ്ത് പോകും. സോ നമുക്ക് സേവിങ് ഓഫ് കോപ്പറിന് കിട്ടുന്ന ഫോർമുല എങ്ങനെയാ? ഇങ്ങനെയാണ് ആ ഫോർമുല കിട്ടുന്നത്. K ഇൻറ്റു വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ. സോ ഇവിടെ നമ്മൾ രണ്ട് ഫോർമുലയാണ് കണ്ടത്. വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് 1 - k ഇൻറ്റു വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ ആണ്. സേവിങ് ഓഫ് കോപ്പർ എന്ന് പറയുന്നത് K ഇൻറ്റു വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ ആണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഒറ്റ വൈൻഡിങ്ങേ ഉള്ളൂ, അപ്പം കുറച്ച് ട്രാൻസ്ഫോമർ മെറ്റീരിയൽ മതി ഇവിടെ. അപ്പൊ അവിടുത്തെ എന്താ? അയൺ ലോസും കോപ്പർ ലോസും കുറവാണ്. നമുക്ക് ഓട്ടോ ട്രാൻസ്ഫോമറിൽ ട്രാൻസ്ഫോമർ മെറ്റീരിയലിന്റെ ഒരു റിഡക്ഷൻ കൊണ്ട് അവിടെ ഉണ്ടാവുന്ന അയൺ ലോസും കോപ്പർ ലോസും കുറവാണ്. സോ ലോസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എഫിഷ്യൻസി കൂടും. സോ ഓട്ടോ ട്രാൻസ്ഫോമറിനാണ് നമ്മുടെ കൺവെൻഷണൽ 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിനേക്കാളും ഗ്രേറ്റർ എഫിഷ്യൻസി. പിന്നെ ഇവിടെ ഒറ്റ വൈൻഡിങ് അല്ലേ ഉള്ളൂ. സോ ആ ഒറ്റ വൈൻഡിങ് ഉണ്ടാക്കുന്ന വോൾട്ടേജിന്റെ റെസിസ്റ്റൻസും റിയാക്റ്റൻസും ഉള്ളൂ. സോ ഇവിടെയാണ് ബെറ്റർ വോൾട്ടേജ് റെഗുലേഷൻ കിട്ടുന്നത്. എവിടെ? ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ കേസിൽ. അതേപോലെ ഓട്ടോ ട്രാൻസ്ഫോമർ സ്മോളർ ഇൻ സൈസും ചീപ്പറുമാണ്. സോ ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ കേസിൽ നമ്മുടെ ട്രാൻസ്ഫോമർ മെറ്റീരിയലിന്റെ റിഡക്ഷൻ കൊണ്ട് അവിടെ ഉണ്ടാവുന്ന അയൺ ലോസും കോപ്പർ ലോസും കുറവാണ്. സോ ലോസ് കുറയുന്നതിന് ആനുപാതികമായിട്ട് എഫിഷ്യൻസി കൂടും. സോ ഓട്ടോ ട്രാൻസ്ഫോമറിനാണ് എഫിഷ്യൻസി കൂടുതൽ കമ്പയർ ടു കൺവെൻഷണൽ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ. ഇനി നമുക്കറിയാം ഇവിടുത്തെ ഒറ്റ വൈൻഡിങ്ങേ ഉള്ളൂ. സോ ആ ഒറ്റ വൈൻഡിങ് ഉണ്ടാക്കുന്ന റെസിസ്റ്റൻസിന്റെയും റിയാക്റ്റൻസിന്റെയും വോൾട്ടേജ് ഡ്രോപ്പ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ നമ്മുടെ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ബെറ്റർ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് റെഗുലേഷൻ ആയിരിക്കും തരുന്നത് നമ്മുടെ 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. പിന്നെ ഓട്ടോ ട്രാൻസ്ഫോമർ സ്മോളർ ഇൻ സൈസുമാണ്, ചീപ്പറുമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ആ വൈൻഡിങ്സ് തമ്മിൽ അല്ലെങ്കിൽ അവിടെ പവർ ട്രാൻസ്ഫോമർ നടക്കുന്നത് മാഗ്നറ്റിക്കലി മാത്രമേ ഉള്ളൂ. യാതൊരു വിധത്തിൽ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഇല്ല. എവിടെ? നമ്മുടെ 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിന്റെ കേസിൽ. എന്നാൽ ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ കേസിൽ അവർ തമ്മിൽ ഇലക്ട്രിക്കലിയും മാഗ്നറ്റിക്കലിയും കണക്റ്റഡ് ആണ്. സോ അവിടെ പവർ ട്രാൻസ്ഫർ എങ്ങനെ നടക്കും? ഇൻഡക്റ്റീവ് ആയിട്ടും നടക്കും, കണ്ടക്റ്റീവ് ആയിട്ടും നടക്കും. ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ കേസിൽ അവർ ഇലക്ട്രിക്കലിയും മാഗ്നറ്റിക്കലിയും കണക്റ്റഡ് ആണ്. സോ അവിടെ പവർ ട്രാൻസ്ഫോമർ ഇൻഡക്റ്റീവ് ആയിട്ടും കണ്ടക്റ്റീവ് ആയിട്ടും നടക്കും. എന്നാൽ നമ്മൾ 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിന്റെ കേസിൽ അവർ മാഗ്നറ്റിക്കലി മാത്രമാണ് കണക്റ്റഡ്, ഇലക്ട്രിക്കലി കണക്റ്റഡ് അല്ല. സോ അവിടെ നമുക്ക് ഇൻഡക്റ്റീവ്ലി പവർ ട്രാൻസ്ഫോമർ മാത്രമേ നമ്മുടെ 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിന്റെ കേസിൽ നടക്കത്തുള്ളൂ. എന്നാൽ ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ കേസിൽ ഇവർ തമ്മിൽ ഇലക്ട്രിക്കലിയും മാഗ്നറ്റിക്കലിയും കണക്റ്റഡ് ആയതുകൊണ്ട് അവിടെ നമുക്ക് ഇൻഡക്റ്റീവ് ആയിട്ടും കണ്ടക്റ്റീവ് ആയിട്ടും പവർ ട്രാൻസ്ഫർ സംഭവിക്കും. സോ നമുക്കിപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ കേസിൽ ഇൻഡക്റ്റീവ് ആയിട്ടും കണ്ടക്റ്റീവ് ആയിട്ടും പവർ ട്രാൻസ്ഫർ നടക്കും. സോ ഇൻഡക്റ്റീവ് ആയിട്ടാണ് ഓട്ടോ ട്രാൻസ്ഫോമർ പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1 - k ഇൻറ്റു ഇൻപുട്ട് KVA ആണ്. കണ്ടക്റ്റീവ് ആയിട്ടാണ് പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഓട്ടോ ട്രാൻസ്ഫോമർ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല k ഇൻറ്റു ഇൻപുട്ട് KVA ആണ്. ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ഇൻഡക്റ്റീവ് ആയിട്ടും കണ്ടക്റ്റീവ് ആയിട്ടും പവർ ട്രാൻസ്ഫർ ചെയ്യും. ഇൻഡക്റ്റീവ് ആയിട്ടാണ് പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1 - k ഇൻറ്റു ഇൻപുട്ട് KVA. പവർ ഇനി കണ്ടക്റ്റീവ് ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല k ഇൻറ്റു ഇൻപുട്ട് KVA. k എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ്. k നെ എങ്ങനെയൊക്കെ എഴുതാം? k എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ്. അതെന്ന് പറയുന്നത് N2/N1 ആണ്, അല്ലെങ്കിൽ V2/V1 ആണ്, അല്ലെങ്കിൽ I1/I2 ആണ്. k എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. സോ ഓട്ടോ ട്രാൻസ്ഫോമറിൽ പവർ ട്രാൻസ്ഫർ ഇൻഡക്റ്റീവ് ആയിട്ടും കണ്ടക്റ്റീവ് ആയിട്ടും നടക്കാം. സോ ഇൻഡക്റ്റീവ് ആയിട്ടാണ് ഓട്ടോ ട്രാൻസ്ഫോമർ പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1 - k ഇൻറ്റു ഇൻപുട്ട് KVA ആണ്. പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് കണ്ടക്റ്റീവ് ആയിട്ടാണെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല k ഇൻറ്റു ഇൻപുട്ട് KVA ആണ്. നെക്സ്റ്റ്
ഇനി നമ്മുടെ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ ആണ്. സോ ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിനകത്ത് നമുക്കറിയാം രണ്ട് വൈൻഡിങ് ഉണ്ട്. ആ രണ്ട് വൈൻഡിങ്ങിനെ നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. സോ രണ്ട് വൈൻഡിങ് ഉണ്ടെന്നറിയാലോ. സോ ഇതിനെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. സോ ഈ ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് എന്തായിട്ട് മാറും? ഒറ്റ വൈൻഡിങ് ആയിട്ട് മാറും. അപ്പൊ അത് ഓൾറെഡി എന്തായിട്ട് മാറും? ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ആയിട്ട് മാറും. നമ്മുടെ ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതൊരു സിംഗിൾ വൈൻഡിങ് ആയിട്ട് മാറും. സോ അത് എന്തായിട്ട് മാറും? ഓട്ടോ ട്രാൻസ്ഫോമർ ആയിട്ട് മാറും. ഇനി അങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നത് അഡിക്റ്റീവ് പൊളാരിറ്റിയിലാണെങ്കിൽ അത് എന്ത് ഓട്ടോ ട്രാൻസ്ഫോമർ ആയിട്ട് മാറും? സ്റ്റെപ്പ് അപ്പ് ഓട്ടോ ട്രാൻസ്ഫോമർ ആയിട്ട് മാറും. ഇനി ആ ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ്സ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. പക്ഷേ സബ്സ്ട്രാക്റ്റീവ് പൊളാരിറ്റിയിലാണെങ്കിൽ അത് എന്തായിട്ട് മാറും? സ്റ്റെപ്പ് ഡൗൺ ഓട്ടോ ട്രാൻസ്ഫോമർ ആയിട്ട് മാറും. സോ ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? ഓട്ടോ ട്രാൻസ്ഫോമർ ആയിട്ട് മാറും. ആ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നത് അഡിക്റ്റീവ് പൊളാരിറ്റിയിലാണെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ഓട്ടോ ട്രാൻസ്ഫോമർ ആണ്. അത് സബ്സ്ട്രാക്റ്റീവ് പൊളാരിറ്റിയിലായിട്ടാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നതെങ്കിൽ അത് സ്റ്റെപ്പ് ഡൗൺ ഓട്ടോ ട്രാൻസ്ഫോമർ ആവും. സോ ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ അത് ഓട്ടോ ട്രാൻസ്ഫോമർ ആവും. അങ്ങനെ കണക്ട് ചെയ്തേക്കുന്നത് അഡിക്റ്റീവ് പൊളാരിറ്റിയിലാണെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ഓട്ടോ ട്രാൻസ്ഫോമർ ആവും. ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിനെ സീരീസ് ആയിട്ട് സബ്സ്ട്രാക്റ്റീവ് പൊളാരിറ്റിയിലാണ് കണക്ട് ചെയ്തേക്കുന്നതെങ്കിൽ അത് സ്റ്റെപ്പ് ഡൗൺ ഓട്ടോ ട്രാൻസ്ഫോമർ ആവും. ഇനി നമ്മുടെ ഓട്ടോ ട്രാൻസ്ഫോമറും കൺവെൻഷണൽ ട്രാൻസ്ഫോമറും തമ്മിലൊരു കമ്പാരിസൺ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഓട്ടോ ട്രാൻസ്ഫോമറിന് ഒറ്റ വൈൻഡിങ്ങേ ഉള്ളൂ. പക്ഷെ കൺവെൻഷണൽ ട്രാൻസ്ഫോമറിന് രണ്ട് സെപ്പറേറ്റ് വൈൻഡിങ് ഉണ്ട്. ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ കേസിംഗിൽ വൈൻഡിങ്സ് ഇലക്ട്രിക്കലി ഇൻസുലേറ്റഡ് അല്ല. പക്ഷേ കൺവെൻഷണൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ വൈൻഡിങ്സ് ഇലക്ട്രിക്കലി ഇൻസുലേറ്റഡ് ആണ്. ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ എന്താണ്? സെൽഫ് ഇൻഡക്ഷൻ ആണ്. കൺവെൻഷണൽ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ കേസിൽ പവർ ട്രാൻസ്ഫോമർ ഇൻഡക്റ്റീവ്ലിയും കണ്ടക്റ്റീവ്ലിയും നടക്കും. എന്നാൽ കൺവെൻഷണൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ പവർ ട്രാൻസ്ഫോമർ ഇൻഡക്റ്റീവ്ലി മാത്രമേ നടക്കത്തുള്ളൂ. വോൾട്ടേജ് റെഗുലേഷൻ ബെറ്റർ ആണ് ഓട്ടോ ട്രാൻസ്ഫോമറിൽ. നമുക്ക് കൺവെൻഷണൽ ട്രാൻസ്ഫോമറിൽ അത് ഗുഡ് എന്നേ പറയാൻ പറ്റൂ. കുറച്ചും കൂടെ നല്ലത് എവിടെയാണ്? ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ കേസിലാണ്. പിന്നെ ഒറ്റ വൈൻഡിങ്ങേ ഉള്ളത് കൊണ്ട് ഓട്ടോ ട്രാൻസ്ഫോമറിന് ലെസ് വൈൻഡിങ് മെറ്റീരിയൽ മതി. കൺവെൻഷണലിന് മോർ വൈൻഡിങ് മെറ്റീരിയൽ വേണം. ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ കേസിൽ ഇലക്ട്രിക്കലിയും മാഗ്നറ്റിക്കലിയും കപ്പിൾഡ് ആണ്. എന്നാൽ കൺവെൻഷണൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ മാഗ്നറ്റിക്കലി മാത്രമേ കപ്പിൾഡ് ചെയ്തിട്ടുള്ളൂ. ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ കേസിൽ കണക്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടാപ്പിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ കൺവെൻഷണൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ലോഡിനെയാണ് കണക്ട് ചെയ്യുന്നത്. ഓട്ടോ ട്രാൻസ്ഫോമർ ആണ് മോർ എക്കണോമിക്കൽ. കൺവെൻഷണൽ ട്രാൻസ്ഫോമർ ലെസ് എക്കണോമിക്കൽ ആണ്. കോസ്റ്റിൽ ചീപ്പ് ആയിട്ടുള്ളത് ഓട്ടോ ട്രാൻസ്ഫോമർ ആണ്. കൺവെൻഷണൽ ട്രാൻസ്ഫോമർ കോസ്റ്റ്ലി ആണ്. ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വേരിയബിൾ ആണ്. എന്നാൽ കൺവെൻഷണൽ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒറ്റ വൈൻഡിങ്ങേ ഉള്ളൂ. കൺവെൻഷണൽ ട്രാൻസ്ഫോമറിന് രണ്ട് സെപ്പറേറ്റ് വൈൻഡിങ്സ് ഉണ്ട്. ഓട്ടോ ട്രാൻസ്ഫോമർ ഇലക്ട്രിക്കലി ഇൻസുലേറ്റഡ് അല്ല. കൺവെൻഷണൽ ട്രാൻസ്ഫോമർ ഇലക്ട്രിക്കലി ഇൻസുലേറ്റഡ് ആണ്. പ്രിൻസിപ്പൽ സെൽഫ് ഇൻഡക്ഷൻ, അതിൻ്റെത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഇവിടെ പവർ ട്രാൻസ്ഫോമർ ഇൻഡക്റ്റീവ്ലിയും കണ്ടക്റ്റീവ്ലിയും ഉണ്ട്. എന്നാൽ കൺവെൻഷണൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ ഇൻഡക്റ്റീവ്ലി മാത്രമേ പവർ ട്രാൻസ്ഫർ നടക്കുന്നുള്ളൂ. വോൾട്ടേജ് റെഗുലേഷൻ ബെറ്റർ ആണ് ഓട്ടോ ട്രാൻസ്ഫോമറിന്. ഗുഡ് എന്നേ പറയാൻ പറ്റൂ. കൺവെൻഷണൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ ഓട്ടോ ട്രാൻസ്ഫോമറിന് ലെസ് വൈൻഡിങ് മെറ്റീരിയൽ മതി. കൺവെൻഷണലിന് മോർ വൈൻഡിങ് മെറ്റീരിയൽ വേണം. ഓട്ടോ ട്രാൻസ്ഫോമർ ഇലക്ട്രിക്കലിയും മാഗ്നറ്റിക്കലിയും കപ്പിൾഡ് ആണ്. കൺവെൻഷണൽ ട്രാൻസ്ഫോമർ മാഗ്നറ്റിക്കലി മാത്രമേ കപ്പിൾഡ് ചെയ്തിട്ടുള്ളൂ. ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ആ കണക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ടാപ്പിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്നാൽ കൺവെൻഷണൽ ട്രാൻസ്ഫോമർ ഡയറക്ട്ലി ലോഡുമായിട്ടാണ് കണക്റ്റഡ്. മോർ എക്കണോമിക്കൽ ഓട്ടോ ട്രാൻസ്ഫോമർ ആണ്. ലെസ് എക്കണോമിക്കൽ ആണ് കൺവെൻഷണൽ ട്രാൻസ്ഫോമർ. കോസ്റ്റ് ചീപ്പ് ഓട്ടോ ട്രാൻസ്ഫോമർ ആണ്. കൺവെൻഷണൽ ട്രാൻസ്ഫോമർ കോസ്റ്റ്ലി ആണ്.
നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് വേരിയബിൾ ആണ് ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ കേസിൽ, എന്നാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ് കൺവെൻഷണൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ. അടുത്തത് നമുക്ക് ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. സിൻക്രണസ് മോട്ടോഴ്സും ഇൻഡക്ഷൻ മോട്ടോഴ്സും സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നുണ്ട്. ഓട്ടോ ട്രാൻസ്ഫോമർ വെച്ചിട്ട് നമുക്ക് സിൻക്രണസ് മോട്ടറും ഇൻഡക്ഷൻ മോട്ടോഴ്സും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ലാബുകളിൽ ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമുക്കൊരു വേരിയബിൾ വോൾട്ടേജ് വേണം. സോ നമുക്ക് ഈ ഓട്ടോ ട്രാൻസ്ഫോമർ വെച്ചിട്ട് ഈ വോൾട്ടേജ് സ്മൂത്ത് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ലാബുകളിൽ ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വോൾട്ടേജ് ബൂസ്റ്റർ ആയിട്ടും ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നുണ്ട്. സോ ആപ്ലിക്കേഷൻസ് പറയുമ്പോൾ സിൻക്രണസ് മോട്ടറും ഇൻഡക്ഷൻ മോട്ടറും സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ലാബുകളിൽ ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നുണ്ട്. വോൾട്ടേജ് ബൂസ്റ്റർ ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഡ്രോബാക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇവർ തമ്മിൽ ഒരു ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ഇല്ല. സോ എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിക്കുകയാണെങ്കിൽ അത് അതേപോലെ സോഴ്സിൽ റിഫ്ലക്ട് ചെയ്യും. പിന്നെ ഏതെങ്കിലും ഒരു ഫോൾട്ട് സംഭവിക്കുകയാണെങ്കിൽ അവിടെ ഫോൾട്ട് കറണ്ടിന്റെ റേറ്റ് ഹൈ ആയിരിക്കും. പിന്നെ ഇവിടുത്തെ ഇൻസുലേഷൻ കോസ്റ്റ് ഗ്രേറ്റർ ആയിരിക്കും. കാരണം എൽ വി സൈഡും എച്ച് വി സൈഡും ഒറ്റ വൈൻഡിങ്ങിലാണ് ഉള്ളത്. സോ എൽ വി സൈഡിന് പോലും നമ്മൾ എച്ച് വി സൈഡിന്റെ റേറ്റിംഗിലുള്ള ഇൻസുലേഷൻ കൊടുക്കേണ്ടി വരും. സോ ഇൻസുലേഷൻ കോസ്റ്റ് ഗ്രേറ്റർ ആണ് ഇവിടെ. സോ ഇവർ കോമൺ വൈൻഡിങ്ങേ ഉള്ളത് കൊണ്ട് എൽ വി സൈഡിൽ ലോ വോൾട്ടേജ് സൈഡിൽ ഒരു ഹൈ വോൾട്ടേജ് കയറി വന്നാൽ അത് നമ്മുടെ ലോഡിനെ വരെ ഡാമേജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഡ്രോബാക്സ്. സോ ഇവിടെ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ഇല്ല. സോ എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിച്ചാൽ അത് സോഴ്സിൽ അതേപടി റിഫ്ലക്ട് ചെയ്യും. അതേപോലെ ഫോൾട്ട് കറണ്ടിന്റെ റേറ്റ് കൂടുതലായിരിക്കും. ഇവിടുത്തെ ഇൻസുലേഷൻ കോസ്റ്റ് ഗ്രേറ്റർ ആയിരിക്കും. കാരണം എൽ വി സൈഡിൽ ആണെങ്കിൽ പോലും നമ്മൾക്ക് എച്ച് വി സൈഡിന്റെ അതേ ഇൻസുലേഷൻ കൊടുക്കേണ്ടി വരും. കാരണം കോമൺ വൈൻഡിങ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഇൻസുലേഷൻ കോസ്റ്റ് കൂടുതലായിരിക്കും. കോമൺ വൈൻഡിങ് ആയതുകൊണ്ട് ഇപ്പം നമ്മുടെ എൽ വി സൈഡിൽ ഒരു ഹൈ വോൾട്ടേജ് കയറി വന്നാൽ നമ്മുടെ ലോഡിന് അത് ഡാമേജ് സംഭവിക്കാം. സോ ഇതൊക്കെയാണ് നമ്മുടെ ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഡ്രോബാക്സ്. ഇനി സിമിലാരിറ്റീസ്. ഓട്ടോ ട്രാൻസ്ഫോമറും കൺവെൻഷണൽ ടു വൈൻഡിങ് ട്രാൻസ്ഫോമറും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്ന് പറയുന്നത് രണ്ടുപേരും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ആണ്. ഒരാൾ സെൽഫ് ഇൻഡക്ഷനും ഒരാൾ മ്യൂച്വൽ ഇൻഡക്ഷനും ആണെങ്കിലും രണ്ടുപേരും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ആണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ രണ്ടുപേരിലെയും വൈൻഡിങ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് കോപ്പർ കണ്ടക്ടർ ആണ്. രണ്ടിന്റെയും കോർ ഉണ്ടാക്കിയിരിക്കുന്നത് സോഫ്റ്റ് അയൺ കൊണ്ടിട്ടാണ്. രണ്ടുപേരും മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആണ്. സോ നമ്മുടെ ടു വൈൻഡിങ് ട്രാൻസ്ഫോമറും ഓട്ടോ ട്രാൻസ്ഫോമറും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ആണ് വർക്ക് ചെയ്യുന്നത്. രണ്ടിന്റെയും വൈൻഡിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് കോപ്പർ കണ്ടക്ടർ വെച്ചിട്ടാണ്. രണ്ടിന്റെയും കോർ ഉണ്ടാക്കിയിരിക്കുന്നത് സോഫ്റ്റ് അയൺ കൊണ്ടിട്ടാണ്. രണ്ടുപേരും മാഗ്നറ്റിക്കലി കപ്പിൾഡും ആണ്. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 1. If two windings of two winding transformer are connected in series at additive polarity, we get step up auto transformer option A, option B step down auto transformer, option C step up transformer, option D step down transformer. So നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഒരു ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിന്റെ രണ്ട് വൈൻഡിങ്ങും നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അഡിറ്റീവ് പൊളാരിറ്റിയിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്കറിയാം ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിന്റെ രണ്ട് വൈൻഡിങ്സും സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇതൊരു ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ ആണ്, അതിന്റെ രണ്ട് വൈൻഡിങ്സും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നതെങ്കിൽ നമുക്കറിയാം അവിടെ എന്താവും, നമുക്ക് ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ആവും. ഇനി അത് അഡിറ്റീവ് പൊളാരിറ്റിയിലാണ് കണക്ട് ചെയ്തേക്കുന്നതെങ്കിൽ അത് എന്താവും, ഒരു സ്റ്റെപ്പ് അപ്പ് ഓട്ടോ ട്രാൻസ്ഫോമർ ആവും. സോ ഒരു ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിന്റെ രണ്ട് വൈൻഡിങ്സ് നമ്മൾ സീരീസ് ആയിട്ട് അഡിറ്റീവ് പൊളാരിറ്റിയിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് സ്റ്റെപ്പ് അപ്പ് ഓട്ടോ ട്രാൻസ്ഫോമർ ആണ്. സോ ഇവിടുത്തെ ആൻസർ സ്റ്റെപ്പ് അപ്പ് ഓട്ടോ ട്രാൻസ്ഫോമർ. ഓപ്ഷൻ എ സ്റ്റെപ്പ് അപ്പ് ഓട്ടോ ട്രാൻസ്ഫോമർ. സോ ഒരു ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിന്റെ രണ്ട് വൈൻഡിങ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുവാണ്. അഡിറ്റീവ് പൊളാരിറ്റിയിൽ നമുക്ക് കിട്ടുന്നത് സ്റ്റെപ്പ് അപ്പ് ഓട്ടോ ട്രാൻസ്ഫോമർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. In comparison of two winding transformer of same rating, an auto transformer has option A lower weight of copper windings, option B lower efficiency, option C lower power factor, option D none of them. So ഒരു ടു വൈൻഡിങ് ട്രാൻസ്ഫോമറും
ഓട്ടോ ട്രാൻസ്ഫോമറും സെയിം റേറ്റിംഗിലുള്ള ഒരു 2 വൈൻഡിങ് ട്രാൻസ്ഫോമറും ഒരു ഓട്ടോ ട്രാൻസ്ഫോമറും കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന 4 ഓപ്ഷൻസിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നാണ് പറയേണ്ടത്. സോ നമുക്കറിയാം ഒരു സെയിം റേറ്റിംഗ് ഉള്ള 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിലും ഓട്ടോ ട്രാൻസ്ഫോമറിലും എഫിഷ്യൻസി കൂടുതൽ ആർക്കാണ്? നമ്മുടെ ഓട്ടോ ട്രാൻസ്ഫോമറിനാണ്. നമ്മൾ പറഞ്ഞു വെയിറ്റ് ഓഫ് കോപ്പർ കുറവ് ആർക്കാണ്? ഓട്ടോ ട്രാൻസ്ഫോമറിനാണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ലോവർ വെയിറ്റ് ഓഫ് കോപ്പർ വൈൻഡിങ്സ് ആണ്. ഒരു 2 വൈൻഡിങ് ട്രാൻസ്ഫോമറും ഒരു ഓട്ടോ ട്രാൻസ്ഫോമറും സെയിം റേറ്റിംഗിലുള്ള ഒരു 2 വൈൻഡിങ് ട്രാൻസ്ഫോമറും ഒരു ഓട്ടോ ട്രാൻസ്ഫോമറും കമ്പയർ ചെയ്യുമ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമറിനുള്ള പ്രത്യേകതയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓട്ടോ ട്രാൻസ്ഫോമറിനാണ് ലോവർ വെയിറ്റ് ഓഫ് കോപ്പർ വൈൻഡിങ്സ് ഉള്ളത്. കാരണം ഒറ്റ വൈൻഡിങ്ങേ ഉള്ളൂ. സോ കോപ്പർ വൈൻഡിങ്ങിന്റെ വെയിറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ലോവർ വെയിറ്റ് ഓഫ് കോപ്പർ വൈൻഡിങ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, auto transformer can be used to option A start DC motor, option B boost voltage level, option C isolate power circuit, option D HV transmission. So auto transformer നമുക്ക് ഉപയോഗിക്കാൻ എന്തിലാണ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ആപ്ലിക്കേഷൻസിൽ പറഞ്ഞു. അത് നമുക്ക് സിൻക്രണസ് മോട്ടറും ഇൻഡക്ഷൻ മോട്ടറും സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കാം. അതേപോലെ വോൾട്ടേജ് ബൂസ്റ്റർ ആയിട്ട് ഉപയോഗിക്കാം, ലാബുകളിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഓപ്ഷനിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, ബൂസ്റ്റ് വോൾട്ടേജ് ലെവൽ. സോ ഓട്ടോ ട്രാൻസ്ഫോമർ എന്തിനാ ഉപയോഗിക്കണേ? ബൂസ്റ്റ് വോൾട്ടേജ് ലെവൽ. സോ ഇവിടുത്തെ ആൻസർ കറക്റ്റ് ഓപ്ഷൻ ബി ബൂസ്റ്റ് വോൾട്ടേജ് ലെവൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഓട്ടോ ട്രാൻസ്ഫോമർ ഡ്രോയിങ് 100 kilowatt and V1 is equal to 2000 volt and V2 is equal to 1200 volt. The power transformed conductively is option A 40 kW, option B 60 kW, option C 20 kW, option D 80 kW. So ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് തന്നിട്ടുണ്ട്. സോ ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് തന്നിട്ടുണ്ട്. സോ ഇൻപുട്ട് നമുക്ക് തന്നേക്കുന്നത് എത്രയാണ്? 100 kW ആണ്. V1 equal to 2000 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. V2 is equal to 1200 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. സോ പവർ ട്രാൻസ്ഫോമഡ് കണ്ടക്റ്റീവ്ലി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ പവർ കണ്ടക്റ്റീവ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫോർമുല K ഇൻറ്റു ഇൻപുട്ട് ആണ്. സോ ഇവിടെ ഇൻപുട്ട് 100 എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് K ആണ്. K എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? K is equal to N2 by N1 equal to V2 by V1 ആണ്. സോ ഇവിടെ V1 ഉം V2 ഉം തന്നിട്ടുണ്ട്. സോ K is equal to V2 എത്രയാ? 1200, V1 ഓ 2000 ആണ്. സോ K നമുക്ക് കിട്ടുന്നത് 6/10 എന്നാണ്. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3/5 എന്ന് കിട്ടും. സോ കെയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 3/5 ആണ്. സോ പവർ കണ്ടക്റ്റീവിലായിട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 3/5 ഇൻറ്റു ഇൻപുട്ട് എത്രയാണ്? 100 ആണ്. സോ നമുക്ക് കിട്ടുന്നത് 60 kW എന്നാണ്. സോ നമുക്ക് കിട്ടുന്നത് 60 kW എന്നാണ്. സോ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ തന്നിട്ടുണ്ട്. അതിന്റെ ഇൻപുട്ട് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 100 kW ആണ് തന്നിട്ടുണ്ട്. പിന്നെ V1 ഉം V2 ഉം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പവർ ട്രാൻസ്ഫോമഡ് കണ്ടക്റ്റീവ്ലി എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഇൻപുട്ട് എത്രയെന്ന് തന്നിട്ടുണ്ട്? 100 kW എന്ന് തന്നിട്ടുണ്ട്. V1 എത്രയാന്ന് തന്നിട്ടുണ്ട്? 2000 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. V2 എത്രയാന്ന് തന്നിട്ടുണ്ട്? 1200 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് പവർ ട്രാൻസ്ഫോം കണ്ടക്റ്റീവ്ലി ആണ്. സോ അതിന്റെ ഫോർമുല K ഇൻറ്റു ഇൻപുട്ട് ആണ്. സോ ആദ്യം നമുക്ക് ഇൻപുട്ട് ഉണ്ട്. സോ K കാൽക്കുലേറ്റ് ചെയ്യണം. K എന്ന് പറയുന്നത് N2 by N1 അല്ലെങ്കിൽ V2 by V1 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ K is equal to V2 എത്രയാ? 1200 by 2000. സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 3/5 എന്ന് കിട്ടും. സോ 3/5 ഇൻറ്റു ഇൻപുട്ട് എത്രയാ? 100.
സോ നമുക്ക് എത്ര കിട്ടും? 60 kW എന്ന് കിട്ടും. സോ ഇവിടുത്തെ ആൻസർ പവർ ട്രാൻസ്ഫോം കണ്ടക്റ്റീവ്ലി നമുക്ക് കിട്ടുന്നത് 60 kW ആണ്. സോ ഇവിടുത്തെ ആൻസർ 60 kW ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An auto transformer has transformation ratio of 0.7, supplies a load of 2 kW. The power transformed inductively from primary to secondary is option A 0.6 kW, option B 1.4 kW, option C 0.35 kW, option D none of the above. So ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഡയറക്റ്റ് തന്നിട്ടുണ്ട് എത്രയാന്ന് 0.7 എന്ന്. സോ അതിന്റെ ഇൻപുട്ട് എത്രയാന്ന് തന്നിട്ടുണ്ട് 2 എന്നും തന്നിട്ടുണ്ട്. സോ നമുക്ക് പവർ ട്രാൻസ്ഫർ ബൈ ഇൻഡക്റ്റീവ്ലി ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ ആ പവർ ട്രാൻസ്ഫോം ഇൻഡക്റ്റീവ്ലി എന്ന് പറയുന്നത് 1 - k ഇൻറ്റു ഇൻപുട്ട് ആണ്. സോ ഇൻപുട്ട് 2 kW ആണ്, കെയുടെ വാല്യൂ 0.7 ആണ്. സോ 1 - 0.7 ഇൻറ്റു 2. സോ 0.3 ഇൻറ്റു 2 0.6 kW എന്നാണ് കിട്ടുന്നത്. സോ ഇവിടെ ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ തന്നിട്ടുണ്ട്, ഇൻപുട്ടും തന്നിട്ടുണ്ട്. സോ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇൻഡക്റ്റീവ് ആയിട്ട് പവർ ട്രാൻസ്ഫർ ചെയ്ത് എത്രയാണെന്നാണ്. ഇൻഡക്റ്റീവ് ആയിട്ട് പവർ ട്രാൻസ്ഫർ ചെയ്തതിന്റെ ഫോർമുല 1 - k ഇൻറ്റു ഇൻപുട്ട് ആണ്. സോ k 0.7 ആണ്, ഇൻപുട്ട് 2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 1 - 0.7 ഇൻറ്റു 2 എന്ന് കിട്ടും. 1 - 0.7 എന്ന് പറയുന്നത് 0.3 ആണ്. സോ 0.3 ഇൻറ്റു 2 നമുക്ക് കിട്ടുന്ന ആൻസർ 0.6 kW ആണ്. സോ ഇൻഡക്റ്റീവ് ആയിട്ട് പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത പവർ 0.6 kW ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. In an auto transformer, for what value of turn ratio power transferred by inductively and conductively are same? Option A 1, option B 0, option C 0.5, option D none of the above. സോ ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ കേസിൽ ഏത് ടേൺ റേഷ്യോയിലാണ് ഇൻഡക്റ്റീവ്ലി പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതും കണ്ടക്റ്റീവ്ലി പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതും ഈക്വൽ ആവുന്നത്? സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഏത് ടേൺ റേഷ്യോയിലാണ്, അതായത് ഏത് കെയുടെ വാല്യൂവിനകത്താണ് നമ്മുടെ ഇൻഡക്റ്റീവ് ആയിട്ട് പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതും കണ്ടക്റ്റീവ് ആയിട്ട് പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതും സെയിം ആവുന്നത്. സോ ഇൻഡക്റ്റീവ് ആയിട്ട് പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഫോർമുല 1 - k ഇൻറ്റു ഇൻപുട്ട് kVA ആണ്. കണ്ടക്റ്റീവ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പം k ഇൻറ്റു ഇൻപുട്ട് kVA ആണ്. സോ ഈ രണ്ട് സൈഡിലെ ഇൻപുട്ട് kVA ക്യാൻസൽ ചെയ്ത് കളയാം. സോ 1 - k is equal to k എന്ന് കിട്ടും. സോ 1 is equal to 2k എന്ന് കിട്ടും. kയുടെ വാല്യൂ 1/2 which is equal to 0.5 എന്നാണ് കിട്ടുന്നത്. സോ ഏത് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ അല്ലെങ്കിൽ ടേൺ റേഷ്യോ? സോ 0.5 എന്ന് പറയുന്ന ടേൺ റേഷ്യോയിലാണ് ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഇൻഡക്റ്റീവ്ലി പവർ ട്രാൻസ്ഫോമറും കണ്ടക്റ്റീവ്ലി പവർ ട്രാൻസ്ഫോമറും സെയിം ആവുന്നത്. സോ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഏത് ടേൺ റേഷ്യോയിലാണ് ഇൻഡക്റ്റീവ്ലി ട്രാൻസ്ഫർ ചെയ്യുന്ന പവറും കണ്ടക്റ്റീവ്ലി ട്രാൻസ്ഫർ ചെയ്യുന്ന പവറും ഈക്വൽ ആവുന്നത്. അതായത് പവർ ഇൻഡക്റ്റീവ്ലി ഈസ് ഈക്വൽ ടു പവർ കണ്ടക്റ്റീവ്ലി ആവുന്ന കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. പവർ ഇൻഡക്റ്റീവ്ലിയുടെ ഫോർമുല 1 - k ഇൻറ്റു ഇൻപുട്ട് kVA ആണ്. കണ്ടക്റ്റീവ്ലിന്റെ ഫോർമുല k ഇൻറ്റു ഇൻപുട്ട് kVA ആണ്. സോ രണ്ട് സൈഡിലെയും ഇൻപുട്ട് kVA ക്യാൻസൽ ചെയ്ത് പോകും. സോ 1 - k is equal to k എന്ന് കിട്ടും. സോ 1 is equal to 2k എന്ന് കിട്ടും. k is equal to 1/2 എന്ന് കിട്ടും, which is equal to 0.5 എന്നാണ്. സോ കെയുടെ വാല്യൂ 0.5ലാണ് ഇൻഡക്റ്റീവ്ലി പവർ ട്രാൻസ്ഫറും കണ്ടക്റ്റീവ്ലി പവർ ട്രാൻസ്ഫറും സെയിം ആവുന്നത്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി 0.5. സോ താങ്ക് യു.